ഇതൊരു പ്രത്യേകതരം ഭക്ഷണമാണോ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊന്നും കഴിക്കാത്ത? കൊത്തവര, ഉള്ളി, വെണ്ടക്കായ. 20 കൊത്തവര, 20 ഉള്ളി, ചെറിയ ഉള്ളി, 10 വെണ്ടക്കായ. ഇത് ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇത് കൊളസ്ട്രോളും പ്രഷറിനും നല്ലതാണ്. പക്ഷേ ഫില്ലിംഗ് ആണോ സർ? വളരെ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടാവും. സാർ ഇപ്പോൾ വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ. അപ്പൊ പണ്ട് ഇറച്ചി മാംസമൊക്കെ കഴിക്കുന്നത്? പണ്ട് പിന്നെ മത്സ്യം കഴിക്കായിരുന്നു. മത്സ്യം, മട്ടണം, മറ്റേ കോഴിയൊന്നും കഴിക്കില്ല. ടെംപ്റ്റേഷൻ ഉണ്ടാവാറില്ലേ സർ മത്സ്യം? ടെംപ്റ്റേഷൻ ഉണ്ടാകാറുണ്ട്. ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ലത് അതിനെ കീഴടങ്ങുന്നതാണ് നമസ്കാരം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു അനുഭവത്തിന് വേണ്ടി പാമ്പറച്ചിയും കഴിച്ചിട്ടുണ്ട് ഹോങ്കോങ്ങിൽ വെച്ച്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ബീഫും മുമ്പ് കഴിച്ചിട്ടുണ്ട്. പന്നിയിറച്ചി കഴിച്ചിട്ടുണ്ട്, തവള ഇറച്ചി കഴിച്ചിട്ടുണ്ട്. തവളയിറച്ചി നല്ല സ്വാദല്ലേ? നല്ല സ്വാദാണ്. പക്ഷേ ഇറച്ചി വർഗ്ഗങ്ങൾ പിന്നെ കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8-10 വർഷമായിട്ട് കഴിക്കാറുണ്ടായിരുന്നില്ല. മത്സ്യം മാത്രമാണ് മുഖ്യമായിട്ടും കഴിച്ചിരുന്നത്. കാരണം മത്സ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗവേഷണം തന്നെ നടത്തിയിട്ടുള്ള ആളാണ് ഞാൻ. നല്ലതരം മത്സ്യങ്ങൾ അതെല്ലാം കഴിച്ച് മത്സ്യത്തിൻ്റെ മുട്ട, അവിടെ അഷ്ടമുടിക്കായലിൽ കിട്ടുന്ന കരിഞ്ചേവി എന്ന് പറയും. നല്ല വലിയ തിരുതയ്ക്ക് അവിടെ പറയുന്ന കരിഞ്ചേവി എന്നാണ് അവിടെ ഉള്ള ഒരു പേരാണ്, ലോക്കൽ പേരാണ്. അതൊക്കെ കഴിക്കാൻ പറ്റില്ല. പിന്നെ കല്ലയുള്ള ഞണ്ട് ഇതൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം എല്ലാം ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ എക്സ്പേർട്ട്. ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ നല്ല വൈദഗ്ധ്യമുണ്ട്. ക്ലീൻ ചെയ്യാൻ വൈദഗ്ധ്യം ഉള്ളതുപോലെ തന്നെ കഴിക്കാനും വൈദഗ്ധ്യമുണ്ട്. ബെറ്റി ചേച്ചി കന്നഡ കഴിച്ചപ്പോൾ 26 കൊല്ലമായി അല്ലേ? എല്ലാവരും പറഞ്ഞ പക്ഷെ ഒന്നും പറയട്ടെ, സക്സസ്ഫുൾ മാൻ വുമൺ ബിഹൈവ്. സാർ അത് ശരിയാണോ? സക്സസ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിജയം എന്ന് പറയുന്നൊരു വിഷയം വരുന്നില്ല. പാർട്ടിയുടെ വിജയം എന്നുള്ളതാണ്. അതിൽ നമ്മളും പങ്കാളിയാവുന്നു മറ്റ് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരോടൊപ്പം എന്നുള്ളതാണ്. അതിൽ ബെറ്റിയും പാർട്ടി തന്നെയുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ഇതൊക്കെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. 2 ഫ്രണ്ട്സാണ് നിങ്ങൾ കൂടുതൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫിനേക്ക് അധികം വളരെ ആ ഒരു ഇതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഫാദർ ഈ ഫ്രണ്ട്ലിനെസ് മകനോടുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു വളരെയധികം. സാധാരണ അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന് അങ്ങനെ ഇത്രയധികം ഒരു ഗാഠബന്ധം കണ്ടിട്ടില്ല. അപ്പൂനൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ആദ്യം സാറിനോടാണോ അതോ? രണ്ടുപേരെടുത്തും പറഞ്ഞു, രണ്ടുപേരെടുത്തും തുറന്നു. ഒരു ടീനേജർ പുത്രൻ വീട്ടിലുള്ളപ്പോൾ അച്ഛനമ്മമാർക്ക് ഇതിന് ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഭാഗ്യത്തിന് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാനൊരു ടീനേജുകാരനെ പോലെ തന്നെയാണ്. ഇപ്പൊ അങ്ങനെയുള്ളൊരു ഒരുപാട് നല്ല മൊമെന്റ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെക്കേഷന് പോകാനോ അല്ലെങ്കിൽ ഒരു ഒരുമിച്ച് ഇങ്ങനെ ഊണ് കഴിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും സാറിന്റെ ഇത്രയും ഒരു ബിസി സ്കെഡ്യൂളിൽ. മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ലേ. മേബി പാർട്ടി പ്രവർത്തനത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ. പിന്നെ ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പോൾ മോനിപ്പോൾ മെഡ്രാസിൽ, ഇപ്പോൾ അവൻ അവിടെ ഒരു ഓഡിയോ എഞ്ചിനീയറിംഗ് LLB കഴിഞ്ഞു, എന്നിട്ട് ഓഡിയോ എഞ്ചിനീയറിംഗിൻ്റെ. അപ്പോൾ അതാണ് വീട്ടിലൊരു അത് അവൻ്റെ അത്ര വലിയ മിസ്സിംഗ് ആയിരിക്കും. തീർച്ചയായിട്ടും. ഈ കർണാട്ടിക് മ്യൂസിക്കിനോട് പഠിച്ചിട്ടില്ല എന്നറിയാം, പക്ഷെ എന്നാലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം എങ്ങനെയാണ് വന്നത്? അപ്പച്ചനാണ് കാരണം. ഫാദർ കച്ചേരിക്ക് അച്ഛൻ കൊണ്ടുപോകാറുണ്ടല്ലേ? കച്ചേരിയൊക്കെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയി അങ്ങനെ ഒരു ശീലമാണ്. അച്ഛൻ മാഷായിരുന്നു. അപ്പോൾ അച്ഛന് മ്യൂസിക്കിനോട് എങ്ങനെയായിരുന്നു ഒരു ഫാമിലി വൈസ്? അങ്ങനെ ഞാൻ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പച്ചൻ മരിച്ചുപോയി. പുള്ളിയുടെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം വെച്ചിരുന്ന ഒരു രീതിയല്ല. ഒരു അന്ന് തന്നെ ഒരു ന്യൂക്ലിയർ ഫാമിലി പോലെയാണ്. ഈ കോൺട്രാക്ടേഴ്സ് ആയിരുന്നു. അപ്പം അതിൻ്റെതായ ഒരു സാമ്പത്തിക സുസ്ഥിരതയൊക്കെ ഉള്ള ഒരു പേച്ചിപ്പാറ ഡാം പണിതിട്ടുള്ള ബേബിയുടെ അപ്പൂപ്പനാണ്, നേരപ്പൂപ്പൻ. ഇപ്പോൾ ഒരു സിനിമ ഗാനം കേട്ട സാറിന് പെട്ടെന്ന് ഒരു രാഗമൊക്കെ പറയാൻ പറ്റും? അത് ചിലത് പറയാൻ പറ്റും, ചിലത് പറയാൻ കഴിയും. അത് കേൾവിയിലൂടെ കുറേ രാഗങ്ങൾ മനസ്സിലാവും എന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായിട്ട് യാതൊരു ശിക്ഷണമില്ല. ഇഷ്ടമുള്ള രാഗം എന്ന് പറയുമ്പം ഇപ്പോൾ ഒരുപാട് രചനകൾ വന്നിട്ടില്ലാത്തൊരു രാഗമാണ് ചിത്തരഞ്ജിനി രാഗം. നാദ തനുമന്ദിഷം ശങ്കരം എന്ന് പറഞ്ഞിട്ട് ത്യാഗരാജൻ്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്. അസാധ്യമായിട്ടൊരു അതിൽ യഥാർത്ഥത്തിൽ ത്യാഗരാജൻ്റെ ഈ ഒരു കോമ്പോസിഷൻ മാത്രമേ പ്രസ്തുതമായിട്ടുള്ളൂ. ചിത്തരഞ്ജനി രാഗത്തിൽ ഒരുപാട് കൃതികളില്ല. ഋത്വിക് ഘട്ടകിൻ്റെ മേഘതാക്കധാര എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഹംസധ്വനിയാണ് ആ സിനിമയിൽ മുഴുവൻ. പിന്നെ ശുഭബന്ധുരാളിയുണ്ട്, പോക്കുവയിലിൽ അരവിന്ദൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാറിൽ കയറിയ ഉടനെ തന്നെ കർണാട്ടിക് മ്യൂസിക് വെക്കണമെന്ന് നിർബന്ധമല്ലേ? പിന്നെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ സൗകര്യം പ്രമാണിച്ച് അതല്ലാതെ യേശുദാസിന്റെ പിന്നെ ലൈറ്റ് ക്ലാസിക്കലും പാട്ടുകളും ഒക്കെ ഇപ്പം അല്ലപ്പോ ഗൺമാനൊക്കെ വളരെയധികം രാഗങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ അവരൊരുപാട്
അരയക്കുടിയും MD രാമനാഥനും അതുപോലെ തന്നെ KV നാരായണസ്വാമി, ചെമ്പൈ, ഇവരുടെയൊക്കെ കൃതികൾ ഏറെക്കുറെ അവർക്ക് തിരിച്ചറിയാവുന്ന സ്ഥിതിയായിട്ടുണ്ട്. അതേസമയം തന്നെ ചിലരെ എൻ്റെ സ്റ്റാഫിൽപ്പെട്ട ചിലരെ ഭീഷണിപ്പെടുത്താറുമുണ്ട്. എൻ്റെ കൂടെ കാറിലയക്കും, ശാസ്ത്രീയ സംഗീതം കേൾക്കാൻ നിർബന്ധിക്കപ്പെടും എന്നും ചിലർ പറയാറുണ്ട്. എന്തൊക്കെ തരം പുസ്തകങ്ങളാണ് സാധാരണ വായിക്കാറ്? പുസ്തക വായനയ്ക്ക് സമയം കിട്ടുന്നില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാസംഘടനാ പ്രവർത്തനായിരുന്നപ്പോൾ വായിച്ചതാണ് ഒരു മൂലധന നിക്ഷേപമായിട്ട് വായനയിൽ കിടക്കുന്നത്. മുഴുവൻ വായിച്ചു തീർത്തില്ലെങ്കിലും റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ദ ഗോഡ് ഡില്യൂഷൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ബുക്കാണ്. ബഷീറിൻ്റെ ജന്മശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതവണ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും അത് വായിക്കേണ്ടതാണ്. MDയുടെ നാലുകെട്ടിൻ്റെ പ്രതിഷേധം ഉയർന്നതിൻ്റെ കാര്യം എന്താ സർ? പ്രതിഷേധം ഉയർന്നത് രണ്ട് തരത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, വേറെ പ്രധാനപ്പെട്ട രചനകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ, അതിനൊന്നിനും നൽകാത്ത പ്രാധാന്യം MDയുടെ നാലുകെട്ടിന് എന്തിനു കൊടുക്കുന്നു എന്നുള്ള തരത്തിൽ ആണ് ചിലർ ചോദ്യം ഉന്നയിച്ചത്. നമ്മുടെ എഴുത്തുകാരുടെ സംഭാവനകളെ ആദരിക്കുന്നത് ആ എഴുത്തുകാരിലേക്ക് മുഴുവൻ കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രമല്ല, ആ കാലഘട്ടത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും പൊതുവിലും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ MDയുടെ പ്രശസ്തിയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ അവർ ആ നിലയിലും ചിലപ്പോൾ വിമർശനങ്ങൾ ഉന്നയിച്ചു വരും. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചും ഒരു വിവാദം ഉണ്ടാകുന്നൊരു നാടാണ്.